ഹേ ടീം, ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് റിയാക്ട് ജെഎസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് റിയാക്ട് ജെഎസ്, എന്നിട്ട് നമ്മൾ റിയാക്ട് ജെഎസ് വെച്ചൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ കൂടെ നമ്മൾ ഈ സെഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കും. അപ്പം എന്താണ് ശരിക്കും റിയാക്ട് ജെഎസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിയാക്ട് ജെഎസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഫ്രണ്ട് ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി. ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തന്നെ സോഴ്സ് കോഡ് നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും അതിന്റെ സോഴ്സ് കോഡ് നോക്കാൻ പറ്റും. ഓപ്പൺ ആണ്, സോഴ്സ് കോഡ് ഓപ്പൺ ആണ്, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രീ ആണ്. ഓക്കെ, ഇറ്റ്സ് എ ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ഫോർ ബിൽഡിംഗ് യൂസർ ഇന്റർഫേസസ് ബേസ്ഡ് ഓൺ കമ്പോണൻസ്. നമുക്കറിയാം, നമ്മൾ നിങ്ങൾ HTML ജാവാസ്ക്രിപ്റ്റും CSS എല്ലാം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് അസൈൻമെന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ ഇ-കൊമേഴ്സിന്റെ പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്യുന്നതും അതുപോലെ ഡിഫറെന്റ് ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടിയുള്ള ഡിഫറെന്റ് UI സ്ക്രീൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാം ഒറ്റ ഫയലിലാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കമ്പോണന്റ് ഒന്നുമില്ല. ഒരു index.html അല്ലെങ്കിൽ products.html എന്ന് പറയുന്ന ഒറ്റ ഫയലിനുള്ളിൽ കംപ്ലീറ്റ് കോഡും അതിന്റെ ഉള്ളിൽ തന്നെ റാപ്പ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ ആപ്ലിക്കേഷൻസ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത്, ലാർജ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും അതൊരു ഒരുപാട് കോംപ്ലക്സിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്കറിയാം, വലിയൊരു ആപ്ലിക്കേഷനിലാകുമ്പോൾ 10,000-കണക്കിന് ലൈൻ ഓഫ് കോഡ് ഉണ്ടാവും. ആ കോഡെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചൊരു ഫയലിലായി കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ടു ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പോൾ ഈ റിയാക്ട് ജെഎസ് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ സിനാരിയോയിലാണ്. അപ്പം ഇത് ശരിക്കും നമുക്ക് ഇതൊരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ആണ് ഫോർ ബിൽഡിംഗ് യൂസർ ഇന്റർഫേസസ് ബേസ്ഡ് ഓൺ കമ്പോണൻസ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. ജസ്റ്റ് എന്താണ് റിയാക്ട് ജെഎസ് എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ മറുപടി ഇതാണ്: റിയാക്ട് ജെഎസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഫ്രണ്ട് ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ഫോർ ബിൽഡിംഗ് യൂസർ ഇന്റർഫേസ് ബേസ്ഡ് ഓൺ കമ്പോണൻസ്. പിന്നെ ഇറ്റ് വാസ് ഡിസൈൻ ടു അഡ്രസ്, ഞാൻ പറഞ്ഞ പോലെ, എഫിഷ്യന്റ് സ്കെയിൽ ആൻഡ് റീയൂസബിൾ UI കമ്പോണൻസ്, മേക്കിംഗ് ഈസിയർ ടു ഡെവലപ്പ് കോംപ്ലക്സ് വെബ് ആപ്ലിക്കേഷൻ വിത്ത് എ ഹൈ ലെവൽ ഓഫ് ഇന്ററാക്ടിവിറ്റി. കോംപ്ലക്സ് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ റിയാക്ട് ജെഎസ് പോലത്തെ ഫ്രെയിംവർക്കുകൾ അല്ലെങ്കിൽ UI ലൈബ്രറികൾ നമുക്ക് ആവശ്യം വരുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് ഫേസ്ബുക്ക് ആണ്. ഇപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫേസ്ബുക്ക് തന്നെയാണ്. ഫേസ്ബുക്കിന്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള മെറ്റ എന്ന് പറയുന്ന, ഫേസ്ബുക്കിനും വാട്സാപ്പിന്റെയും പാരന്റ് കമ്പനി മെറ്റ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ആണ്. ആ കമ്പനിയാണ് ഇത് റിയാക്ട് ജെഎസിന്റെ കോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ ഡെവലപ്പേഴ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അതിൽ കോഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ കോഡ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഫേസ്ബുക്കിന്റെ ഡെവലപ്പേഴ്സ് തന്നെയാണ്. അത് കൂടാതെ കമ്മ്യൂണിറ്റി ഗ്ലോബലി ഉള്ള ഡെവലപ്പേഴ്സ്, ചെറിയ കമ്പനികളായിട്ടും അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള അതിലേക്ക് കോഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് റിലീസ് ടു ദ പബ്ലിക് ഇൻ 2013. 2013 ഫസ്റ്റ് റിയാക്ട് ജെഎസ് പബ്ലിക്കലി അവൈലബിൾ ആകുന്നത്. പക്ഷെ അതിന്റെ മുമ്പ് തന്നെ ഏകദേശം 2011 മുതൽ തന്നെ റിയാക്ട് ജെഎസ് ഫേസ്ബുക്കിന്റെ അപ്ലിക്കേഷൻസിന് വേണ്ടി അവർ ഇന്റേണലി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. 2013 പബ്ലിക്കലി അത് ഫ്രീ ഓപ്പൺ സോഴ്സ് ആയിട്ട് കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ പുറത്തോട്ട് കൊടുക്കാൻ തുടങ്ങുന്നത്. പിന്നെ 2015 ഇത് റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ്. വെബ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനുള്ള. ഓക്കെ, അപ്പൊ 2015 അവര് റിയാക്ട് നേറ്റീവ് എന്ന് പറയുന്ന, റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത് വെബ് ആപ്ലിക്കേഷൻ ഉള്ളതാണ്. 2015 റിയാക്ട് നേറ്റീവ് എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക്, ഏകദേശം റിയാക്ട് ജെഎസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്രെയിംവർക്ക് തന്നെയാണ്. അത് നമുക്ക് നേറ്റീവ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നേറ്റീവ് ആപ്ലിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡിലും iOS-ലുള്ള നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്ന നേറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിംവർക്ക് 2015 അവർ റിലീസ് ചെയ്തു. ആ ഫ്രെയിംവർക്കിന്റെ പേരാണ് റിയാക്ട് നേറ്റീവ്. അപ്പോൾ റിയാക്ട് ജെഎസ് എന്നുള്ളത് വെബ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ലൈബ്രറി, ഫ്രണ്ട് എൻഡ് ലൈബ്രറി അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക്. റിയാക്ട് നേറ്റീവ് എന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനുള്ള. മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ആൻഡ്രോയിഡിനുള്ളതും ബിൽഡ് ചെയ്യാൻ പറ്റും, iOS-നുള്ളതും ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു കോഡ് തന്നെ ഒരു പ്രാവശ്യം നമ്മൾ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് വെച്ചിട്ട് നമുക്ക് ആൻഡ്രോയിഡിന് വേണ്ടിയുള്ള APK പാക്കേജ് ഉണ്ടാക്കാൻ പറ്റും, iOS-ന് വേണ്ടിയുള്ള IPA പാക്കേജും ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു കോഡും തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും, iOS ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി 2015 അവർ റിലീസ് ചെയ്തു. അതിൽ കോഡിംഗ് എന്ന് പറയുന്നത് റിയാക്ട് ജെഎസിന്റെ അതേപോലത്തെ കോഡിംഗ് തന്നെയാണ്, എക്സാക്ട്ലി സെയിം ടൈപ്പ് ഓഫ് കോഡിംഗ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് 2015 റിലീസ് ചെയ്യുന്നത്, ഫേസ്ബുക്ക് റിലീസ് ചെയ്യുന്നത്. അതിന്റെ പേര് റിയാക്ട് നേറ്റീവ് എന്നുള്ളതാണ്.
ഇപ്പോൾ റിയാക്ട് ജെ എസ് എന്നുള്ളത് വെബ് അപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനുള്ള ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി, റിയാക്ട് നേറ്റീവ് എന്ന് പറയുന്നത് മൊബൈൽ അപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി. രണ്ടും റിയാക്ട് ജെ എസിന്റെ സെയിം സിൻടാക്സ് ആണ്, അതേപോലത്തെ കോഡിംഗ് തന്നെയാണ് രണ്ടും. ഓക്കെ, അതാണ് റിയാക്ട് ജെ എസിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഇതൊരു ഓപ്പൺ സോഴ്സ് ആൻഡ് ഫ്രണ്ട് ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ബിൽഡിംഗ് യൂസർ ഇന്റർഫേസസ് ബേസ്ഡ് ഓൺ കമ്പോണൻസ് എന്നുള്ളത് പറഞ്ഞു. എന്താണ് കമ്പോണൻസ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് കമ്പോണൻസ് ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ സ്ട്രക്ചർ ചെയ്യുന്നത്? നമുക്കൊരു കാറിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു കാറിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ നമുക്കറിയാം, ഒരു കാർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പീസ് അല്ല, ഒരുപാട് ചെറിയ ചെറിയ കമ്പോണൻസിനെ അസംബിൾ ചെയ്തിട്ടാണ് നമ്മളൊരു കാർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ടയർ ഉണ്ട്, എൻജിൻ സെപ്പറേറ്റ് ആണ്, ബാറ്ററി സെപ്പറേറ്റ് ആണ്, ട്രാൻസ്മിഷൻ സെപ്പറേറ്റ് ആണ്, ആക്സിൽ സെപ്പറേറ്റ് ആണ്, പിന്നെ അതേപോലെ എക്സോസ്റ്റ് പൈപ്പ്, ബ്രേക്ക്, പിന്നെ ഫ്യൂൽ ടാങ്ക്, ഇതെല്ലാം സെപ്പറേറ്റ് കമ്പോണൻസ് ആണ്. ഇതെല്ലാം പല പല ഫാക്ടറികളിൽ ഉണ്ടാക്കുന്നതായിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്തിട്ട് ഒരു സിംഗിൾ കാറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ കമ്പോണന്റ് ബേസ്ഡ് ആക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എനിക്ക് ഓരോരോ കമ്പോണന്റും ഇപ്പൊ ഈ ടയർ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ അവർക്ക് ടയർ മാത്രം ഉണ്ടാക്കിയാൽ മതി, അവർക്ക് അത് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും. മൊഡ്യൂൾ ആയിട്ടാണ് അപ്പൊ നടക്കുന്നത്, അല്ലെ? ടയർ ഉണ്ടാക്കുന്ന ആ ഒരു ഫാക്ടറിയിൽ അവർക്ക് ഈ ടയറിന്റെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, വേറെ ഒന്നും അവർ ഫോക്കസ് ചെയ്യണ്ട. എഞ്ചിൻ ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവർ എഞ്ചിന് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. എല്ലാം കൂടെ അസംബിൾ ചെയ്യുന്ന സ്ഥലത്ത് അവർ ഉണ്ടാക്കുന്നതൊന്നും ഫോക്കസ് ചെയ്യേണ്ട, അവർ അസംബിൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പൊ ഇങ്ങനെ മോഡ്യൂളർ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും, മൊഡ്യൂളായിട്ട് പല സ്ഥലങ്ങളിലും വെച്ചിട്ട്. ഓക്കെ, പിന്നുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതിന്റെ ഈ ടയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആ ടയർ മാത്രം അഴിച്ചിട്ട് റിപ്പയർ ചെയ്തിട്ട് തിരിച്ചിടാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വേറെ ഈ ടയർ മാത്രം അയച്ചിട്ട് ടയർ റിപ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഒരു കമ്പോണന്റിന് ഒന്നും കംപ്ലൈന്റ് വരുന്നില്ല, അതിന് ടച്ച് ചെയ്യുന്നില്ല, അതിനൊരു ഇഷ്യൂസും സാധ്യതയില്ല എന്നുള്ളത് നമുക്ക് 100% ഷുവർ ആണ്. പക്ഷെ നമ്മളെല്ലാം കൂടെ ഒറ്റ പീസ് ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ കമ്പോണന്റ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ കമ്പോണന്റ് സെപ്പറേറ്റ് ആയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ആയിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാനും പറ്റും. ഇപ്പൊ എന്തെങ്കിലും ഒരു കമ്പോണന്റ് ഇതിപ്പോ മാറ്റിയിട്ട് ഈ ടയർ മാറ്റിയിട്ട് വേറൊരു ടയർ ഇട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ എഞ്ചിൻ മാറ്റി വേറൊരു എഞ്ചിൻ ഇട്ട് കൊടുക്കാൻ പറ്റും. എഞ്ചിൻ എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ എഞ്ചിൻ മാത്രം അയച്ചെടുത്ത് അത് ഫിക്സ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അത് മാത്രം അവിടെ ഫിക്സ് ചെയ്യാം, അത് അവിടെ തന്നെ വീണ്ടും കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കമ്പോണന്റ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ ഡെവലപ്മെന്റിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു പിന്നെ നമ്മൾ UI അപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇതുപോലത്തെ അസൈൻമെന്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോഡക്റ്റ് കാർഡും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ല? ഈ പ്രോഡക്റ്റ് കാർഡ് എന്ന് പറയുന്ന ഈ ഒരു പീസ് അല്ലെങ്കിൽ ഈ ഒരു കമ്പോണന്റിന് നമുക്ക് ഒരുപാട് സ്ഥലത്തോട്ട് ആവശ്യമുണ്ട്. ഇതൊരു സെർച്ച് പേജ് ആണ്, സെർച്ച് പേജിലോട്ട് ആവശ്യമുണ്ട്, ഓഫർ പേജിലോട്ട് ആവശ്യമുണ്ട്, അതേപോലെ റെക്കമെൻഡേഷൻ. ഇപ്പൊ നിങ്ങളൊരു പ്രോഡക്റ്റ് ഡീറ്റെയിൽ പേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആവശ്യമുണ്ടാവും. അതിന്റെ ഏറ്റവും താഴെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ, ഞാൻ ആമസോണിന്റെ ഒരു പേജിന്റെ ഏറ്റവും താഴെ പോയി നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്തു, ഞാനിപ്പോ ഒരു ഷൂസ് ഫോർ മെൻ എന്നുള്ള ഞാൻ സെർച്ച് ചെയ്യാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഷൂസ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഈ ഷൂസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതേ പ്രോഡക്റ്റ് കാർഡ് തന്നെ എനിക്ക് ഇവിടെയും കാണുന്നുണ്ട്, റെക്കമെൻഡേഷനിലെ സെക്ഷനിൽ കാണുന്നുണ്ട്. അതേപോലെ റിലേറ്റഡ് ടു ദിസ് ഐറ്റം എന്നുള്ള സ്ഥലത്ത് അവിടെയും കാണുന്നുണ്ട്. അതിന്റെ സിമിലർ ആയിട്ടുള്ള വേറെ ചെറിയ ചെറിയ വേരിയൻസ് ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു കമ്പോണന്റ് ആക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സംഭവം തന്നെ നമുക്ക് പല സ്ഥലത്തോട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ കമ്പോണന്റിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, ഈ ഒരു റേറ്റിംഗിന്റെ കാർഡിൽ ഈ റേറ്റിംഗ് ഷോ കാണിക്കുന്ന ഈ ഒരു സ്ഥലത്ത് അത് പ്രോപ്പർ ആയിട്ടല്ല വരുന്നത്, അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ എനിക്ക് ആ പ്രോഡക്റ്റ് കാർഡിന്റെ കമ്പോണന്റിന്റെ ഫയൽ മാത്രം നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിൻ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ എഞ്ചിൻ മാത്രം നോക്കിയാൽ മതി, അത് മാത്രം നോക്കിയിട്ട് അത് ഫിക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വീണ്ടും ആപ്ലിക്കേഷൻ മൊത്തത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കമ്പോണന്റ് ആക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റീയൂസ് ചെയ്യാൻ പറ്റും. റീയൂസബിലിറ്റി എന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് കാർഡ് എനിക്ക് പല സ്ഥലത്തോട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ചെയ്ത അസൈൻമെന്റിൽ ഈ products.html എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ അതിലാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് offer.html എന്ന് പറയുന്ന ഒരു പേജ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോഡക്റ്റ് കാർഡിൽ ചെയ്ത പ്രോഡക്റ്റിന്റെ പേജിൽ ചെയ്ത ആ ഒരു കോഡ് അപ്പുറത്തോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കൽ ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് എല്ലാം കോപ്പി ചെയ്തിട്ടുള്ള സ്ഥലത്തും പോയിട്ട് മാറ്റം വരുത്തേണ്ടി വരും. ഇങ്ങനെ നമ്മളൊരു കമ്പോണന്റ് ആക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഒരു കോഡിനെ പല സ്ഥലത്തോട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റീയൂസബിലിറ്റി എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇഷ്യൂ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് കാർഡിന്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫയൽ മാത്രം നോക്കിയാൽ മതി, product card.html എന്ന് പറയുന്ന ഫയൽ മാത്രം നോക്കി അത് മാത്രം ഫിക്സ് ചെയ്താൽ മതി.
വേറെ എവിടെയും നമുക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മൊഡ്യൂളാരിറ്റി, പല മൊഡ്യൂൾസും പല ഡെവലപ്പേഴ്സും പല ഗ്രൂപ്പ് ഓഫ് ഡെവലപ്പേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് അത് റെഡി ആയി കഴിഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് അപ്ലിക്കേഷനിൽ അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോരോ മൊഡ്യൂളായിട്ട് ചെയ്യുമ്പോൾ ടെസ്റ്റിംഗ് കമ്പാരിറ്റീവ്ലി വളരെ ഈസിയർ ആണ്. അല്ലാതെ എല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് അത് ട്രബിൾ ഷൂട്ട് ചെയ്യുക, ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ലാർജ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിയാക്ട് ജെഎസ് പോലത്തെ ഫ്രെയിം വർക്കുകൾ നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം അതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കമ്പണന്റ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഈ റിയാക്ട് ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? അത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മെഷീനിൽ Node.js എന്ന് പറയുന്ന, Node.js നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. Node.js ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ Node.jsന്റെ nodejs.org എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം npm എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും അല്ലെ, അതെല്ലാം നമ്മൾ നോക്കിയതാണ്. അപ്പോൾ npm ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ. അതേപോലെ ഇൻസ്റ്റാൾ ആകുന്ന വേറെ ഒന്നാണ് npx എന്ന് പറയുന്നത്. നോഡ് പാക്കേജ് എക്സിക്യൂട്ടർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് npx എന്നുള്ളത്. ഇത് നോഡ് പാക്കേജ് മാനേജർ ആണ്, ഇത് നോഡ് പാക്കേജ് എക്സിക്യൂട്ടർ ആണ്. അപ്പോൾ npxും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും. ഓക്കെ, അത് രണ്ടും ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ആപ്ലിക്കേഷൻസ്, പുതിയൊരു റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് റിയാക്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് ആപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നമ്മൾ പിന്നീട് നോക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ക്രിയേറ്റ് റിയാക്ട് ആപ്പ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം, ഡെമോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു ആപ്ലിക്കേഷൻ റിയാക്ട് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് Node.js ഇൻസ്റ്റാൾ ചെയ്യലാണ്. Node.js ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Node.jsന്റെ സൈറ്റിൽ വരിക, nodejs.org എന്നുള്ള സൈറ്റാണത്. ഈ സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് പിന്നെ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിന് വേണ്ടിയുള്ളത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. മാക്കോ അല്ലെങ്കിൽ ലിനക്സോ ആണെങ്കിൽ അതിന് വേണ്ടത് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ മുമ്പ് നോക്കിയതാണ് ആ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടി കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് node-v കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ ഇത് കുറച്ച് പഴയ വെർഷനാണ്. node-v കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ നിങ്ങൾക്ക് npm-v കൊടുത്തു കഴിഞ്ഞാൽ npm ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും. അതേപോലെ npxും നിങ്ങൾക്ക് അതേപോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ npm-ഉം npxും ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. npx എന്ന് പറഞ്ഞാൽ നോഡ് പാക്കേജ് എക്സിക്യൂട്ടർ എന്ന് പറയുന്നതാണ്. npm നോഡ് പാക്കേജ് മാനേജർ. അപ്പോൾ ഒരു നോഡിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മുമ്പ് നോക്കിയതാണ്. npm സ്പേസ് init എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് package.json എന്ന് പറയുന്ന ഫയലെല്ലാം ക്രിയേറ്റ് ആവും. അതെല്ലാം നമ്മൾ നോക്കിയതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നോഡും npm-ഉം npxും റെഡി ആണെന്നുണ്ടെങ്കിൽ അടുത്ത നമുക്ക് ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട കമാൻഡ് npx ക്രിയേറ്റ് റിയാക്ട് ആപ്പ് സ്പേസിലിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നെയിം കൊടുക്കണം. അപ്പൊ നിങ്ങൾ create-react-app.dev എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. റിയാക്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സൈറ്റ് തന്നെയാണത്. അപ്പം ഇതിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ട് താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഇൻ സെക്കൻഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും npx create-react-app എന്നിട്ട് സ്പേസ് നമ്മുടെ ആപ്ലിക്കേഷൻ നെയിം കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് എൻ്റെ കമാൻഡ് പ്രോംപ്റ്റിൽ വന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഡീല് വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വന്നിട്ട് ഞാനൊരു ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു പുതിയൊരു ഫോൾഡറും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റിയാക്ട് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് റിയാക്ട് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഈ കമാൻഡ് അടിക്കുകയാണ് npx create-react-app. എന്നിട്ട് എനിക്ക് ആപ്ലിക്കേഷൻ നെയിം കൊടുക്കാം. എന്ത് ആപ്ലിക്കേഷൻ നെയിം ആണെങ്കിലും കൊടുക്കാൻ പറ്റും. ഞാൻ മൈ ഫസ്റ്റ് റിയാക്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഈ എൻട്രിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് കണക്ഷൻ നിർബന്ധമാണ്. നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ പാക്കേജ് npx എന്ന് പറയുന്ന അതിൽ നിന്ന് ആദ്യം ക്രിയേറ്റ് റിയാക്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്. അത് ഫേസ്ബുക്കിന്റെ ടീം എഴുതിയിട്ടുള്ള പാക്കേജാണ്. ആ പാക്കേജ് അവർ എക്സിക്യൂട്ട് ചെയ്ത് അതിൽ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ക്രിയേറ്റിംഗ് എ ന്യൂ റിയാക്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത് ഇപ്പം കറന്റ് നിൽക്കുന്ന റിയാക്ട് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിലാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ അവർ നമ്മൾ ഈ കൊടുത്ത നെയിമിന്
എക്സാക്ട്ലി അതേ നെയിം വെച്ചിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, my-first-react-app എന്ന് പറയുന്നത്. എന്നിട്ട് അതിനുള്ളിൽ അവർ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വേണ്ട എല്ലാ ഫയൽസും അവർ അതിനുള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഡൗൺലോഡ് ചെയ്ത് ഫുൾ സെറ്റ് ആക്കിയിട്ട് തരും. അപ്പം ഇത് നിങ്ങളെ നെറ്റ്വർക്ക് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഞാൻ വീഡിയോ കുറച്ച് സമയത്തേക്ക് പോസ് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയതിന്റെ ശേഷം ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഇത് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറെ പാക്കേജുകൾ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഹിസ്റ്ററി എല്ലാം കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ആഡഡ് 1434 പാക്കേജസ് 3 മിനിറ്റ്സിൽ ഇൻസ്റ്റാൾ ചെയ്തു, അങ്ങനത്തെ കുറെ സമ്മറി എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഫൈനലി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ആയല്ലോ, ആ ഫോൾഡറിന്റെ ഉള്ളിലോട്ട് CD വെച്ചിട്ട് നമ്മൾ കയറുന്നു. എന്നിട്ട് npm start എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പറ്റും. ഞാനിവിടെ വന്നിട്ട് CD my first react app എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിലോട്ട് ഞാൻ കയറി. ഞാൻ അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഞാൻ VS കോഡ് വെച്ചിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം, ആ പ്രൊജക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഡിയില് വർക്ക് സ്പേസിൽ റിയാക്ട് പ്രാക്ടീസസിന്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇവിടെ വന്നു, അതിൽ ഓപ്പൺ ഫോൾഡർ കൊടുത്തു, ഡിയില് വർക്ക് സ്പേസിൽ റിയാക്ട് പ്രാക്ടീസസിന്റെ ഉള്ളിൽ മൈ ഫസ്റ്റ് റിയാക്ട് ആപ്പ് എന്ന് പറയുന്ന ഫോൾഡറിനെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മളൊരു റിയാക്ട് ആപ്ലിക്കേഷൻ ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫയൽസും ഫോൾഡേഴ്സും ആണ് ഇത്. അപ്പൊ ഇതില് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് package.json എന്ന് പറയുന്ന ഒരു ഫോൾഡർ, ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാം, npm init എന്നാണ് കൊടുത്തു കഴിഞ്ഞാലും ഇതേ പേരിൽ തന്നെയാണ് ഫയൽ ക്രിയേറ്റ് ആകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിപ്പെൻഡൻസി എല്ലാം ഇവിടെ ഇവർ മെൻഷൻ ചെയ്യും. അതെല്ലാം മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ package.json എന്ന് പറയുന്ന ഫയൽ ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ ഈ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്ന സെക്ഷനിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ റിയാക്ട് എന്ന് പറയുന്നതിന്റെ റിയാക്ടിന്റെ 18.2 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ റിയാക്ട് ഡോം, റിയാക്ട് സ്ക്രിപ്റ്റ്സ്, വെബ് വൈറ്റൽസ്, ടെസ്റ്റിംഗ് ലൈബ്രറീസ്, ഇതെല്ലാം ഡിപ്പെൻഡൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്ക്രിപ്റ്റ്സിൽ കുറച്ച് കമാൻഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര് കൊടുത്തത് ഇവിടെ വന്നിട്ടുണ്ട്, അതിന്റെ വേർഷൻ വന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഈ package.json വരും, പിന്നെ package-lock.json വരും. ഇത് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന npm ഇൻസ്റ്റാൾ കൊടുക്കുന്ന സമയത്ത് npm കമാൻഡ് നമ്മൾ നോക്കിയതാണ് ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ npm ഇൻസ്റ്റാൾ കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള പാക്കേജസിനെ ഈ നോഡ് മൊഡ്യൂൾസ് എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓരോന്നിന്റെയും എക്സാക്ട് വേർഷൻസ് ഇവിടെ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഓരോരോ പാക്കേജിന്റെയും ഏത് വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അതെല്ലാം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ ഈ SRC എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിന്റെ ഉള്ളിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്കൊരു index.js എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ട്. ഇതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഈ പിന്നെ റിയാക്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനുള്ളതാണ്. എന്താണ് ഈ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരൊറ്റ HTML ഫയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ കമ്പോണന്റിന്റെ പീസുകളായിട്ടാണ് കിടക്കുന്നുണ്ടാവുക. നമുക്ക് നോക്കാം, അത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അത് നമ്മൾ വിളിക്കുക സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ SPA. സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള SPA, സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനാണ് നമ്മൾ റിയാക്ട് പോലത്തെ ഫ്രെയിം വർക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ മാത്രമല്ല, മൾട്ടി പേജ് ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അത് റിയാക്ടിന്റെ കൂടെ അതിന്റെ സപ്പോർട്ടഡ് ഫ്രെയിം വർക്കുകളായിട്ടുള്ള Next.js മറ്റുള്ളതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇമ്പോർട്ട് കമാൻഡ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് റിയാക്ട് ഡോം ഡോട്ട് ക്രിയേറ്റ് റൂട്ട് ഓഫ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഓഫ് റൂട്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതുപോലത്തെ കമാൻഡ് ഇത് നിങ്ങൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? HTML ഫയലിൽ നിന്ന് ഏതെങ്കിലും ഒരു എലമെന്റിന് അതിന്റെ ID വെച്ച് കണ്ടെത്താൻ വേണ്ടിയാണ്. ഇവിടെയും നമ്മൾ ശരിക്കും ചെയ്യുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ഈ പബ്ലിക് എന്ന് പറയുന്ന ഫോൾഡറിൽ index.html എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കമാൻഡ് എന്താണ്? ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഓഫ് റൂട്ട്. റൂട്ടാണ് അതിന്റെ ID വേണ്ടത്. ഇവിടെ നിങ്ങൾ വന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ഒരു ഡിവ് ഉണ്ട്, ID ഈക്വൽ ടു റൂട്ട് എന്ന് പറയുന്ന ID വെച്ചിട്ടുള്ള ഒരു ഡിവ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും ചെയ്യുന്ന എന്താണ്? ആ ഡിവിനെ കണ്ടെത്തുകയാണ്. അങ്ങനെ ആ ഡിവിനെ കണ്ടെത്തിയിട്ട് നമ്മൾ റിയാക്ട് ഡോമിന്റെ റിയാക്ട് തരുന്ന ഒരു ലൈബ്രറിയാണ് റിയാക്ട് ഡോം എന്ന് പറയുന്നത്. ഡോം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ നമ്മുടെ UI
ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഡോമിൽ ഓരോരോ കമ്പോണൻസ് ഓരോരോ ബട്ടൺ വേണം, നമ്മൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ലേബൽ വേണമെങ്കിൽ ഹെഡിങ് വേണമെങ്കിൽ ഒക്കെ അവർ ഡോമിലാണ് മാറ്റം വരുത്തുന്നത്. അല്ലെങ്കിൽ HTML റെപ്രസെന്റ് ചെയ്യാനാണ് ഡോം ഉപയോഗിക്കുന്നത്. അന്ന് മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML സ്ട്രക്ചറിനെ ഒരു ട്രീ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡോം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെന്റിന്റെ അണ്ടറിൽ വന്നിട്ട് ഇപ്പൊ ഈ ഒരു H1ന്റെ അണ്ടറിൽ വന്നിട്ട് എനിക്കൊരു പാരഗ്രാഫ് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആങ്കർ ടാഗിന്റെ ഉള്ളിൽ എനിക്കൊരു ഇമേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ചെയ്യേണ്ടാവുന്നതാണ് ഈ ഡോമിന്റെ ഉള്ളിൽ വന്നിട്ട്, ആങ്കർ ടാഗിന്റെ ഉള്ളിൽ വന്നിട്ട് എനിക്ക് ഇവിടെ ഒരു ഇമേജ് ഇട്ട് കൊടുക്കണം. അതിന്റെ ചൈൽഡ് ആയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് UI അതിന്റെ ചേഞ്ചസ് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഡോം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി, ഡോമിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി റിയാക്ട് ഉപയോഗിക്കുന്ന പാക്കേജ് ആണ് റിയാക്ട് ഡോം എന്ന് പറയുന്നത്. ആ പാക്കേജ് ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ഡോമിന്റെ ഉള്ളിലുള്ള ചേഞ്ചസ് എല്ലാം വരുത്തുന്നത്. അപ്പൊ അതിനുള്ളിൽ കൊണ്ടുപോയിട്ട് ഒരു റൂട്ട് എലമെന്റ് അവർ ക്രിയേറ്റ് ചെയ്യാണ്. അത് ഏത് ഡിവിന്റെ ഉള്ളിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഡോക്യുമെന്റ് ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറഞ്ഞിട്ടുള്ള ഈ റൂട്ട് എന്ന് പറയുന്ന ID വെച്ചിട്ടുള്ള ഡിവിനെ കണ്ടെത്തിയിട്ട് അതിനിവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആ ഡിവിന്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള റിയാക്ട് ആപ്ലിക്കേഷൻ ലോഡ് ആവുക. നമ്മുടെ index.html ഉള്ളിലുള്ള ഈ ഒരു ഡിവിന്റെ ഉള്ളിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും റിയാക്ടിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറും കംപ്ലീറ്റ് കമ്പോണൻസും UIയും എല്ലാം ലോഡ് ആവാൻ ഈ ഒരു ഡിവിന്റെ ഉള്ളിൽ വന്നിട്ടാണ്. അത് ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് അതിനുള്ളിൽ വരുന്നത്. പിന്നെ വരുന്നത് root.render. റെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേ ചെയ്യലാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന കമ്പോണന്റിനെ നമ്മൾ അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി റിയാക്ടിനോട് പറയുന്നതാണ്. അപ്പൊ ഇതില് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് ഓപ്ഷൻസ് ഉള്ളത് റിയാക്ട് സ്ട്രിക്ട് മോഡ് ഉണ്ട്. ഈ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ ആപ്പ് എന്ന് പറയുന്ന കമ്പോണന്റിനെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിക്കാനുള്ള CSSനെ index.css എന്ന് പറയുന്ന ഫയലിന്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ സാധാരണ CSS പോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ഇവിടെ വന്നിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാം. പിന്നെ ഇവിടെ നമ്മൾ ഈ ആപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ HTML ടാഗ് ഉപയോഗിക്കുന്ന പോലെയാണ് ഉപയോഗിക്കുന്നത്. റിയാക്ടിന്റെ കേസിൽ നമ്മൾ ഈ ഞാൻ പറഞ്ഞ റിയാക്ട് കമ്പോണന്റ് ആയിട്ടാണ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. റിയാക്ടിൽ നമ്മൾ ഈ കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യൽ ഇതേപോലെയാണ്. കമ്പോണന്റിനെ ഉപയോഗിക്കൽ ഇതേപോലെയാണ്. ക്രിയേറ്റ് ചെയ്യലല്ല, ഉപയോഗിക്കൽ ഇങ്ങനെയാണ്. ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കും. അപ്പൊ ഇതൊരു കമ്പോണന്റ് ആണ്. ഈ ആപ്പ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ്. ആ കമ്പോണന്റിനെ ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് ആപ്പ് ഫ്രം ./app എന്ന് പറഞ്ഞാൽ സെയിം ഫോൾഡറിന്റെ ഉള്ളിലുള്ള, ./ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിം ഫോൾഡറിന്റെ ഉള്ളിലുള്ള app.js എന്ന് പറയുന്ന JS സ്കിപ്പ് ചെയ്യുന്നതാണ്. JS ആണെങ്കിൽ JS കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റത്തിന് മനസ്സിലാവും. അപ്പോൾ ഈ ./app എന്ന് പറയുന്നത് app.js എന്ന് പറയുന്ന ഫയലിന്റെ ഉള്ളിൽ നിന്നുള്ള ഈ ഒരു കമ്പോണന്റിനെ ഇമ്പോർട്ട് ചെയ്തു ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ എക്സ്പോർട്ട് ചെയ്ത സാധനത്തിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു സാധാരണ HTML ടാഗ് പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ കമ്പോണന്റ് ആക്കി മാറ്റുക. കുറച്ചും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഓക്കെ, ഈ ആപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മൾ റൂട്ട് കമ്പോണന്റ്. ആപ്ലിക്കേഷന്റെ ഏറ്റവും റൂട്ട് ആയിട്ടുള്ള ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണന്റ് ആണ് ഈ ആപ്പ് കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്പ് കമ്പോണന്റ് ഉള്ളിലോട്ട് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ കുറച്ച് ഡിവ്, ഹെഡർ, ഇമേജ് കാര്യങ്ങൾ സാധാരണ HTML തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിന് വേണ്ട CSSനെ ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ app.css എന്ന് പറയുന്ന JS ആണെങ്കിൽ മാത്രമേ എക്സ്റ്റൻഷൻ ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ബാക്കി എന്ത് ഫയൽ ടൈപ്പ് ആണെങ്കിലും നമ്മൾ എക്സ്റ്റൻഷൻ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ app.css ആണെന്നുണ്ടെങ്കിൽ ഇവിടെ CSS ഫയൽസ് നമ്മുടെ എഴുതിയിട്ടുണ്ട്. അതിനെ നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ശരിക്കും ഡീഫോൾട്ട് ആയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫയൽസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ട് പിന്നെ ഈ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് റൺ ചെയ്തിട്ട് കാണണ്ടേ. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ഡയറക്ടറിയിലാണ്, ആപ്ലിക്കേഷൻ ഡയറക്ടറിയിലാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ഒരു പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ റൺ ചെയ്യേണ്ടത്. npm സ്റ്റാർട്ട് കൊടുത്താൽ മതി, സ്റ്റാർട്ട്സ് ഡെവലപ്മെന്റ് സെർവർ. ഞാൻ ഇവിടെ വന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് npm സ്റ്റാർട്ട് എന്നുള്ളത് കൊടുത്താണ്. അങ്ങനെ npm സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ആപ്ലിക്കേഷൻസിനെ ഇവർ കമ്പൈൽ ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബ്രൗസറിൽ നമുക്ക് ഓപ്പൺ ആക്കി തരും. നമുക്ക് ബ്രൗസറിൽ ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന് പറയുന്ന പോർട്ടിൽ നമുക്ക് ഈ ആപ്ലിക്കേഷനെ നമുക്ക് ഓപ്പൺ ആക്കി തരും. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു കോഡിനെ കമ്പൈൽ ചെയ്തു ഒരു റൺ ചെയ്തു. ഇപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ലോഡ് ചെയ്യുന്ന ഫസ്റ്റ് കാണുന്ന പേജ്. അപ്പൊ ഈ കണ്ടന്റ് എല്ലാം എവിടുന്നാണ് വരുന്നത്? edit src/app.js and save to reload. ഓട്ടോ റീലോഡ് ഉള്ളതാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അപ്പുറത്ത് റീലോഡ് ആവും. അപ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഒരു കമ്പോണന്റ് ഉള്ളത് ഇപ്പൊ
നമ്മൾ ഇവിടെ ആപ്പ് എന്ന് പറയുന്ന ഒരു കമ്പണന്റിനെ നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആ ആപ്പ് കമ്പണന്റ് കോഡാണ് ഇത്. അതിന്റെ കോഡിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഇവിടെ എഡിറ്റ് src/app.js ആൻഡ് സേവ് ടു റീലോഡ്. അപ്പൊ നമ്മൾ യുഐയിൽ കാണുന്ന കണ്ടന്റ് ഈ ഒരു കമ്പണന്റ് എന്നുള്ള കണ്ടന്റ് ആണ് കാണുന്നത്. അപ്പൊ ഞാൻ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിനെ ഒഴിവാക്കിയിട്ട് ഇതെല്ലാം ഞാൻ ഒഴിവാക്കി, എന്നിട്ട് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ദിസ് ഇസ് മൈ ഫസ്റ്റ് ആപ്പ് എന്നുള്ളത് ഞാൻ ഹെഡിങ്ങിലാക്കിയിട്ട് കൊടുക്കുകയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ യുഐയിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് യുഐയിൽ അത് റീഫ്രഷ് ആയി. അപ്പോൾ ശരിക്കും നടക്കുന്ന എന്താണ്, ഇവിടെ ഒരു കമ്പോണന്റ് നമ്മൾ റൂട്ടിൽ ഒരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പ് എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്പോണന്റിനെ നമ്മൾ index.js നമ്മൾ അതിനെ കോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ കോൾ ചെയ്തിട്ട് ഇവിടെ നമ്മൾ സാധാരണ HTML ടാഗ് കൊടുക്കുന്ന പോലെ തന്നെ ലെസ് ആൻഡ് സിമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ അതിനിവിടെ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ റിപ്പോർട്ട് വെബ് വൈറ്റൽസ് എന്ന് പറയുന്നത് അപ്ലിക്കേഷന്റെ പെർഫോമൻസിന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നെ എന്തെങ്കിലും ട്യൂൺ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മെഷർ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ളതാണ് ഈ റിപ്പോർട്ട് വെബ് വൈറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് console.log കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് console.log ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം console.log അതിന് ഡീറ്റെയിൽസ് അവർ അവിടെ പോസ്റ്റ് ചെയ്യും. ഇവിടെ സേവ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ യുഐയിൽ വന്ന് കൺസോളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ കുറച്ച് കാര്യങ്ങൾ അവരോട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ അതിന് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അതാണ് ഈ ഒരു ഡീഫാൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന കോഡിൽ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് വേണ്ടത് ഇപ്പൊ നമുക്കൊരു app.js എന്ന് പറയുന്ന റൂട്ട് കമ്പോണന്റ് ഉണ്ട്. അപ്പൊ ഇതൊരു കമ്പോണന്റ് ആണ്. ഓക്കെ. അപ്പൊ ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ഒരു റൂട്ട് കമ്പോണന്റ് തരുന്നുണ്ട്, പിന്നെ അതിന് വേണ്ട CSS തരുന്നുണ്ട്, index.js എന്ന് പറയുന്ന ഒരു റൂട്ട് ഫയൽ ഉണ്ട്. ആ ഫയലിനുള്ളിലാണ് ശരിക്കും നമ്മൾ ഇവിടെ ആക്ച്വലി റിയാക്ടിന്റെ അപ്ലിക്കേഷനെ റെൻഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ റിയാക്ടിനോട് പറയുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അത് ഏത് ഡിബിന്റെ ഉള്ളിൽ വേണമെന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെയാണ്. ഓക്കെ. പിന്നെ അതിന് വേണ്ട എന്തെങ്കിലും CSS ഉണ്ടെങ്കിൽ ആ CSS കാര്യങ്ങളും നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കി ഞാൻ മനസ്സിലാവും ഗ്ലോബൽ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്, ക്ലാസ് വെച്ചിട്ടൊന്നും എഴുതിയിട്ടുള്ളത്, ഗ്ലോബൽ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കോഡ് ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് വരിക നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് വരുന്നത്. പിന്നെ ഈ പബ്ലിക് എന്ന് പറയുന്ന ഫോൾഡർ അതിൻ്റെ ഒരു index.html ഉണ്ടാവും. അത് ആ index.html ആണ്, അതാണ് നമ്മൾ റൂട്ട് ഫയൽ ആയിട്ട് ഒറ്റ index.html ഉണ്ടാവുള്ളൂ. ഇതാണ് ആ ഫയൽ. നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ശരിക്കും ഇവര് പിന്നെ 2 ലോഗോ ഫയൽസും കാര്യങ്ങളെല്ലാം ഇതിലാണ് ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഒരു ഫേവ് ഐക്കൺ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്കറിയാം NPM ബേസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പാക്കേജുകളെല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് ഈ നോഡ് മോഡ്യൂൾസിന്റെ ഉള്ളിലാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫസ്റ്റ് അപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫയൽസ്. ഇപ്പൊ നമ്മൾ പുതിയൊരു ഫസ്റ്റ് അപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു, റൺ ചെയ്തു, എന്നിട്ട് അതിലെ കമ്പോണൻസ് എന്തൊക്കെ ഫയൽസ് ആണ് വരുന്നത് എന്നുള്ളത് നോക്കി അതിൽ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന മെയിൻ കമ്പോണന്റ് ആയിട്ടുള്ള ആപ്പ് കമ്പോണന്റിൽ വന്നിട്ട് ചേഞ്ചസ് വരുത്തി നോക്കി, അത് യുഐയിൽ റീഫ്രഷ് ആകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത്.